السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. ഇബ്നു മാജ റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, كان عثمان بن عفان رضي الله عنه إذا وقف على قبر يبكي حتى يبل لحيته. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ഖബറിനരികിൽ നിൽക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ താടി രോമങ്ങൾ നനയുമാർ അദ്ദേഹം കരയുമായിരുന്നു. ഫഖീല ലഹു, അദ്ദേഹത്തോട് ചോദിച്ചു, തദ്കുറുൽ ജന്നത വന്നാർ, താങ്കൾ സ്വർഗനരകങ്ങളെക്കുറിച്ചൊക്കെ താങ്കൾ ഞങ്ങളോട് പറയാറുണ്ട്. വലാ തബ്കി, അപ്പോഴൊന്നും താങ്കൾ കരയാറില്ല. വതബ്കി മിൻ ഹാദാ, ഇതിൻ്റെ പേരിൽ താങ്കൾ കരയുകയും ചെയ്യുന്നുണ്ടല്ലോ. ആ സമയത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മറുപടി പറഞ്ഞു, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഖബ്റ അവ്വലു മനാസിലിൽ ആഖിറ, ഖബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഖിറത്തിന്റെ ഭവനങ്ങളിൽ ആദ്യത്തെ ഭവനമാണ്. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസർ, ആ ഖബറിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുകയാണ് എങ്കിൽ അതിനുശേഷമുള്ള ജീവിതം ഏറ്റവും സുഗമമായി, ഫമാ ബഅദഹു ഐസറു മിൻഹു, അതിനുശേഷമുള്ളത് ഏറ്റവും സുഖകരമായിരിക്കും. വഇൻ ലം യൻജു മിൻഹു, ആ ഖബറിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ ഫമാ ബഅദഹു അശദ്ദു മിൻഹു, അതിനുശേഷം വരാനിരിക്കുന്നത് അതിനേക്കാൾ കഠിനമായിരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഖബർ കാണുമ്പോൾ ഞാൻ കരയുന്നത് എന്ന് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയാണ്, വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വീണ്ടും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു, ഖബറിനോളം മോശമായ, ഖബറിനോളം ഭയാനകരമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല എന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരു ഖബറിനരികിൽ നിന്നാൽ പോലും കരയുമായിരുന്നു എന്നാണ് ഈ ഹദീസിൽ അതിൻ്റെ ശിക്ഷയെ ഓർത്ത്, അതിൽ വരാനിരിക്കുന്ന ഭയാനകതകളെ ഓർത്ത് അദ്ദേഹത്തിൻ്റെ കരച്ചിലിനെ അടക്കി വെക്കാൻ സാധിക്കില്ലായിരുന്നു എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഏവരുടെയും ഖബർ ജീവിതം ഏറ്റവും നല്ല ഉത്തമമായ രൂപത്തിലാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും ഖബർ ജീവിതം ഏറ്റവും നല്ല രൂപത്തിലാക്കി നൽകുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.